നമ്മൾ ഇന്നൊരു സ്കേർട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാൻ ഏകദേശം 2 മീറ്ററോളം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെക്ക് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇത് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ 25 ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ബാൻഡ് ഒരു 2 ഇഞ്ച് ബാൻഡിൻ്റെ വീതി കുറക്കാം. വീതി കുറച്ചിട്ട് ഒരു 23 കട്ട് ചെയ്യാം. 23 കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 23.5 നമുക്കൊന്ന് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മുകളിലേക്കുള്ള ബാൻഡിൻ്റെത് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അരവണ്ണ അവർ പറഞ്ഞിട്ടുള്ള 22 22 പറയുമ്പോൾ ഏകദേശം 11 ഇഞ്ച് 11 എന്നിട്ട് വരുന്നത്. 22 വരുമ്പോൾ ഞാൻ അതൊരു 11.5 എടുത്തിട്ടുണ്ട്. കുറച്ചധികം തയ്യത്തുമ്പ് കൂട്ടാണ്ട് 11.5 എടുത്തും. അതിന് ശേഷം 11.5 എടുക്കുന്നത് നമുക്ക് ഉൾവശത്തേക്ക് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, മടക്കി കൊടുക്കുന്നുണ്ട് 1.5 ഇഞ്ച്. അപ്പോൾ അങ്ങനെ ടോട്ടൽ എടുത്തിട്ടുള്ളത് 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി എടുക്കുന്നത് 5 ഇഞ്ച് വീതിക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ചിൽ നമുക്കിതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ വെച്ച് ലൈനിങ് കൊടുക്കണം, അപ്പോഴേ കുറച്ചും കൂടി കട്ട് ചെയ്ത് കിട്ടും. അല്ലാണ്ട് ഈ തുണി തന്നെ വെച്ച് അടിച്ചാൽ കട്ട് ഉണ്ടാവില്ല. അപ്പോൾ ലൈനിങ് കൂടി വെച്ചിട്ട് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. താഴത്തേക്കുള്ളത് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ അമ്പർല, അതായത് ലൈനിങ്ങാണ് ഉദ്ദേശിച്ചത്. അമ്പർല ടൈപ്പിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാനിപ്പോൾ അമ്പർലയിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ അമ്പർലയിൽ നമുക്ക് ക്രോസിലൊന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വേസ്റ്റ് സ്കേർട്ടിൻ്റെ അരവണ്ണൂല്ലേ ആ ഒരു അളവ് നമുക്ക് എന്താക്കാം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് 5.5 നമുക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരേ അളവ് തന്നെയാണ് വരുന്നത് നോക്കുക. ഇത് 7:10 അടുത്ത് വരുന്നുണ്ട് ഇല്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത് രണ്ടും ഒരേ അളവ് തന്നെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ 7 ഒരേ അളവ് തന്നെയാണ് വരുന്നത്. അതിന് ശേഷം ഇവിടെ വെച്ചിട്ട് 7 വരുന്നു. കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആ ഒരു പോയിന്റിനെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ഈ റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്ത് നോക്കാം കേട്ടോ. ലെങ്ത്ത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 25 എടുത്തിട്ടില്ലേ, 25 വേണ്ടത് നമുക്ക്. ബാൻഡിൻ്റെത് കുറച്ചിട്ട് നമ്മൾ എത്ര എടുത്ത് 23.5 ഏതിനെടുത്തത്, മെയിൻ ക്ലോത്തിന് എടുത്തത്. നമുക്ക് അതിനേക്കാളും കുറച്ചിട്ട് നമുക്ക് ലൈനിങ് മതി. ഞാൻ ലൈനിങ് ഏകദേശം ഒരു 22 ഇഞ്ചോളം എടുക്കുന്നുള്ളൂ കേട്ടോ. 22 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മുടെ മുകളിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഇവിടത്തേക്ക് എത്ര 22ലേക്ക് എത്ര വരുന്നത് നോക്കാം. ഏകദേശം 28 ഇഞ്ച്, അതായത് 29 ഇല്ല, ആ ഒരു മുക്കാലിൻ്റെ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. 28 കഴിഞ്ഞിട്ട് ആ ഒരു അപ്പുറത്തെ ഒരു കാലിൻ്റെ വലിയ ലൈനില്ലേ ആ ലൈനിലേക്ക് എത്തുന്നുണ്ട്. ഇത് ഇതുപോലെ നമുക്ക് വരച്ചിട്ട് സർക്കിളിൽ ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ താഴത്ത് വന്ന ബാലൻസ് വേണം നമുക്ക് മുകളിലേക്കുള്ള ബാൻഡിന് ലൈനിങ് പീസ് കൊടുക്കണ്ടേ, ആ ഒരു ലൈനിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ അമ്പർലയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രില്ലിട്ട് അടിക്കേണ്ട പണിയൊന്നുമില്ല, വേഗം തന്നെ നമുക്കായിട്ട് അടിവശം മടക്കി എടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിവശം എന്തായാലും മറ്റേ മടക്കി അടിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വിരിഞ്ഞ് കിടക്കുകയും ചെയ്യും, പണി കുറച്ച് എളുപ്പവും കൂടിയാണ് കേട്ടോ.
കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ക്ലോത്തൊക്കെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ലാസ്റ്റ് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് കാര്യം നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ ഈ ചുളിവുകളൊക്കെ ഉണ്ടാവില്ല. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു അയണിങ് ഉണ്ട്, അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ആ ഒരു അയൺ ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ അയൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം. എൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു മടക്കം ഇത്ര പോലെ കുറച്ച് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഈ മടക്ക് വരുന്ന വശമില്ലേ ആ വശത്താണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. മടക്ക് വരുന്ന വശത്ത് സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി ഈ മടക്ക് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മടക്ക് നമ്മൾ മൊത്തത്തിൽ അടിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ആദ്യമേ ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് ഉണ്ടാവും, ആ സ്റ്റിച്ചിൻ്റെ മുകളിലേ കൂടിയാണ് അടുത്ത സ്റ്റിച്ച് എടുക്കേണ്ടത്. അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ച് കണ്ടോ, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേ വേണം നമ്മൾ അടുത്ത സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം ഞാൻ അത് ലേസ് വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നു. ഈ ഒരു ലേസ് ഞാൻ മീഷോ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇതിപ്പോൾ 18 മീറ്ററിൻ്റെതാണ്, 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. 120 30 അങ്ങനെ എത്രയോ തോന്നുന്നു റേറ്റ് വരുന്നത്. എന്തായാലും നമ്മളിവിടെ ഷോപ്പിൽ 1 മീറ്ററിന് 15 രൂപയാണ് ഇങ്ങനത്തെ ലേസിന് വരുന്നത്. അത് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ലാഭമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസ് നമുക്കിത് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ടിഷ്യൂ അല്ലേ, ടിഷ്യൂവിൻ്റെ ഒരറ്റും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഒരറ്റും കൂടി ഫുള്ളായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ലൈനിങ് ഇതിപ്പോൾ നല്ല വശം നോക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈനിങ് അടിവശത്തും മുകളിൽ നമ്മുടെ ടിഷ്യൂ വെക്കാം. ടിഷ്യൂ വെച്ചതിന് ശേഷം നമ്മുടെ സൈഡില്ലേ ഈ ഒരു സൈഡിൽ നിന്ന് താഴത്തോളം അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം. അപ്പോൾ ഇത് ഇങ്ങനെ അമ്പർല ആയതോട് വരാൻ കുറച്ച് അതായത് ഇത്ര പോലെ വീതി ഉണ്ടാവും, അത് പ്രശ്നമില്ല. നമ്മൾ ഇതുപോലെ ഇപ്പോഴത്തെ ഒരു അറ്റം എടുക്കുക, ആ ഒരു അറ്റും ഈ അമ്പർലേൻ്റെ ഈ കട്ടാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റും തമ്മിൽ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ടച്ചാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം. 2 മടക്ക്, അതായത് ഈ ടച്ച് ചെയ്തില്ലേ നമുക്ക് 2 മടക്ക് മടക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് വെച്ചാൽ സെറ്റ് വാടിൻ്റെ സൈഡിൽ നമുക്കിത് ഇതുപോലത്തെ ഒരു ഇങ്ങനെ മടക്ക് കുറച്ച് ഓപ്പൺ വെക്കുന്നില്ലേ, അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അത് ഇതുപോലെ ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നീട് ഒരു മടക്കും കൂടി മടക്കുക, എന്നിട്ട് നമുക്ക് താഴോളം അതുപോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ബാൻഡ് ഞാൻ ലൈനിങ്ങും നല്ല തുണി തമ്മിൽ ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് എടുത്തു കേട്ടോ. അതിന് ശേഷം എന്താ ഈ ഒരു അറ്റൂല്ലേ, ഈ ഒരു അറ്റം ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു അറ്റത്ത് ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ അരവണ്ണം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര 11.5 അല്ലേ മാർക്ക് ചെയ്താൽ 11.5 മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മടക്ക് വന്ന ഭാഗമില്ലേ, മടക്ക് വന്ന ഭാഗം നമുക്ക് ഈ കട്ട് വന്ന ഭാഗം വരെ ഇത്ര പോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു മടക്ക് വന്ന വശമില്ലേ, ഈ ഒരു മടക്ക് വന്ന വശത്തൊരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു മടക്ക് വന്ന വശമില്ലേ, ഈ ഒരു മടക്ക് വന്ന വശത്തും ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. കട്ട് എല്ലായിടത്തും കൊണ്ടിട്ടേന്ന് നോക്കണം കേട്ടോ. അതുപോലെ കട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ ബാൻഡിന് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്കുന്നില്ല നോക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രില്ലിട്ട് എടുത്തതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഫ്രില്ലിടാത്തത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നമുക്കിപ്പോൾ ഇതിങ്ങനെ വെച്ചടിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഈ ഒരു കട്ട് വന്നില്ലേ, ഈ ഒരു കട്ട് വന്ന ഈ ഒരു കട്ട് വന്നില്ലേ, ഈ ഒരു കട്ട് വന്നതിൻ്റെ അടുക്ക വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് കട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്ത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ നിന്നൊന്നും അതുപോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. അത് അധികമായാലൊന്നും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു മടക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ബാൻഡിന് മടക്കിയില്ലേ അതുപോലെ തന്നെ നമ്മുടെ താഴത്തേക്കുള്ള ഈ ഒരു തുണിയും ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ അതിനെ വീണ്ടും ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുക. നമ്മൾ കട്ടിട്ടില്ലേ അതുപോലെ കട്ട് ബാൻഡ് നമ്മൾ നാലായിട്ട് മടക്കില്ലേ ആ ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നാലായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തില്ലേ ഇനി നമുക്ക് നേരത്തെ ബാൻഡിന് കട്ട് ചെയ്താൽ തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കേട്ടോ. ഇവിടെ നമുക്ക് കട്ടിടേണ്ട ആവശ്യമില്ല, കാരണം എന്താ ഇവിടെ നമുക്ക് ഓപ്പൺ വരുന്നുണ്ട്, അവിടെ കട്ടിടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലിന് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതിയേ, ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അതുപോലെ നമുക്കിതാ ഇവിടെ വരുന്ന ഈ ഒരു വശത്തും ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. കട്ട് കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കട്ട് വരുന്ന ഭാഗം കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു കട്ട് നമ്മൾ കുറച്ച് തൈകൾ മുമ്പ് കുറച്ച് ഉള്ളിലോട്ട് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി വെച്ചില്ലേ അവിടെ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടി. അത്ര പോലെ പീസ് വിട്ടിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അത്ര പോലെ ഭാഗം വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ തുണി നമുക്കിത് ഈ ഒരു കട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് എക്സ്ട്രാ തുണി ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ ചെറിയൊരു ചുരുക്കിട്ട് കൊടുത്ത് കറക്റ്റാക്കി കൊടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങും. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് കട്ട് വരുന്നത് ഇതാ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഇത് ബാൻഡിൻ്റെ ഫസ്റ്റ് കട്ട് വരുന്നത്, അതുപോലത്തെ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫസ്റ്റ് കട്ട് വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വശം നമുക്ക് ഇവിടെ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ചെറിയ ചെറിയ ഫ്രില്ല് ഫസ്റ്റ് കട്ട് ബാൻഡിൻ്റെ കട്ട് വരുമ്പോൾ നമ്മുടെ താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ കട്ട് ഇവിടെ സെറ്റായിക്കൊള്ളണം. അതായത് ഇത്രയും ഫ്രിൽസ് ഇവിടെ ഇട്ടുകൊള്ളണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തികയൂട്ട മെറ്റീരിയലൊക്കെ. രണ്ടാമത്തെ കട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ രണ്ടാമത്തെ കട്ട് കണ്ടോ ഇത് ഇത്ര പ്രാവശ്യം ഇവിടെയും ഫ്രില്ലിട്ട് കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ കട്ട് അതുപോലെ ചെയ്താൽ മതി. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ എങ്ങനെ വരുന്നതെന്നുള്ളത്. നമ്മുടെ ഈ മടക്കി അടിക്കാൻ പറഞ്ഞ വശമില്ലേ ആ വശം താഴ്വശത്തായിട്ടാണ് കേട്ടോ വരേണ്ടത്. അതായത് ഈ മടക്ക് വന്ന ഭാഗം താഴ്വശത്തായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടെ വെച്ചിട്ട് ആദ്യം നമ്മുടെ ലൈനിങ് പീസ് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ലൈനിങ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ചെടുത്ത് നമുക്ക് ഫ്രിൽസ് ഇടാം കേട്ടോ. ഫ്രിൽസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് നല്ല വണ്ണമുള്ള ഫ്രില്ല് വേണമെങ്കിൽ വണ്ണമുള്ള ഫ്രില്ലിടാം, വണ്ണം ഇല്ലാത്ത വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതൊക്കെ ഒരാളുടെ ഇഷ്ടം കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈനിങ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കട്ട് ചിലപ്പോൾ കറക്റ്റ് എവിടെയാണ് വരുന്നത് മനസ്സിലാവണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് വരുന്നത് ചോക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഈ നമ്മുടെ ലൈനിങ്ങിൻ്റെ മീത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ എത്തുമ്പോൾ നമുക്ക് കട്ട് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓരോരോ ആൾക്കാർ ഓരോരോ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ എനിക്കിഷ്ടം ഇതുപോലെ ചിലർ അളവും കാര്യങ്ങളും കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്കെന്തോ അതാകുമ്പോൾ ഇത്ര മീറ്റർ മെറ്റീരിയൽ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. നമ്മൾ എത്ര മെറ്റീരിയൽ എടുത്താലും ഇതുപോലെ 4 കട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫ്രിൽസും കാര്യങ്ങളും ഇട്ടെടുക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്ന രീതിയാണ്. ഒരാൾക്കൊരു ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേണ്ടത് ജസ്റ്റ് ഇതൊന്ന് ഫോളോ ചെയ്താലും മതി. നമുക്ക് ആദ്യം തന്നെ ലോക്ക് ഇട്ടിട്ടൊന്ന് തുടങ്ങാം. നമുക്കൊരു പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ചെറിയതെൻ്റെ ആരി വർക്കിൻ്റെ ഇതാണ് കേട്ടോ. ഇതന്ന് ഒടിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാത്തതാണ്. ഇതുപോലെ കൊടുക്കുക. നമ്മത് എത്ര നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താലും ലാസ്റ്റുള്ള ആ ഒരു അയൺ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. നമുക്ക് അതാണ് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട, അയൺ ചെയ്യുന്നതാണ്. അതപ്പം എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. എല്ലാം ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് അയൺ ചെയ്താൽ നമുക്കെന്താ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ സൈഡൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വേണം നമ്മൾ അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കാം. നമ്മൾ ഏകദേശം നമ്മുടെ കട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാ. ചെറിയൊരു കുറച്ചിലൊക്കെ വന്നാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഇത് നമുക്കൊന്ന് ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഞാൻ ഫുള്ളായിട്ട് ഇവിടം വരെയും ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്രില്ല് ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്തത്. കാരണം നമ്മൾ മെറ്റീരിയൽ ചിലപ്പോൾ ഉള്ളിലോട്ട് കൊടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉള്ളിലോട്ടേക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇത് ജസ്റ്റ് ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടം വരെ ഫ്രില്ലിട്ട് എടുക്കാതിരുന്നത്. മനസ്സിലായാൽ? അതായത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്താൽ നമുക്കിപ്പോൾ ഇത് ഉള്ളിലോട്ടേക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ചെയ്യുന്ന സമയത്ത് അടുത്ത ഫ്രിൽസ് എടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫ്രില്ലിൻ്റെ ബാക്ക് വശത്തേക്കായിട്ട് സ്റ്റിച്ച് നിർത്തിയിട്ട് വേണം ബാക്കിയുള്ള ഫ്രിൽസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ അടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഇവിടത്തേക്ക് എത്തുന്ന സമയത്ത് ഇതിങ്ങനെയല്ലേ ഉണ്ടാവല്ലേ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് വേണം കൊടുക്കാൻ. അതായത് ഒരു സൈഡ് നമ്മൾ നേരെ വെച്ചിട്ട് ചെയ്തതാണെങ്കിൽ ഓപ്പോസിറ്റ് വശം, അതായത് അടിച്ച് ആ ഒരു സൈഡ് നമ്മൾ നേരെ വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോൾ അടിച്ചടിച്ച് ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയൊക്കെ ചെയ്തില്ലേ. ഇത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഉള്ളിലോട്ടേക്ക് നമുക്ക് എക്സ്ട്രാ വരുന്ന ഇവിടുത്തെ നൂലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു അറ്റത്തെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷമല്ലേ ഇതിൻ്റെ ഈ ബാൻഡില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇസ്തിരി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നല്ല അടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഈ ഒരു അറ്റമില്ലേ, ഈ ഒരു അറ്റം സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു അറ്റത്തേ കൂടി ഫുള്ളായിട്ട് ഇവിടം വരെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു മടക്കി അടിച്ചതിൻ്റെ ഒരു സ്റ്റിച്ച് കണ്ടോ, ഇവിടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീത്തേ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബാൻഡിൻ്റെ ഇത് നോക്കാം, 2 ഇഞ്ചാണ് വരുന്നത് എൻ്റെ അളവ് വരുന്നത്. ഞാനിതൊരു 3 ഇഞ്ചിൽ കട്ടാക്കിയിട്ട് അര ഇഞ്ച് ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് കുടുക്ക് വെക്കേണ്ടതാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരറ്റത്തുനിന്ന് തുടങ്ങാം. ഏതറ്റെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് വേണം തുടങ്ങാൻ. ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ആദ്യമേ വീണ്ടും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കി നമുക്കൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുത്തു. നമുക്ക് അടിയിൽ ബാലൻസ് വരുന്ന സമയത്ത് അത് അടിവശത്തേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് 2 അറ്റത്തെ കൂടി ഒന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് മെറ്റീരിയൽ വെച്ചിട്ട് സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡ് അടിച്ചെടുത്താലും മതി കേട്ടോ. എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. നമുക്കിത് ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ സൈഡിലേക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം സെൻറ്ററിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ സൈഡിലേക്ക് കൂടിയുള്ള സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലത്തെ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ ഇതുപോലെ വള്ളി വെച്ചു. ഇത് നമുക്ക് സൈഡ് മാത്രമേ ജോയിൻ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് എന്തായാലും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. കാരണം ഇപ്പം നല്ല വൃത്തിയിൽ ഫ്രിൽസ് വെച്ച് അയൺ ചെയ്താൽ നമുക്ക് പിന്നീട് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അന്നേരത്ത് നമുക്ക് എന്തായാലും ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടും ഫ്രില്ലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കട്ടെ. അധികം ചൂട് വേണ്ട. എന്താ വെച്ചാൽ ടിഷ്യൂ അതോടെ വേഗം മെറ്റീരിയലിന് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്റ് ചൂടിൽ കുറച്ച് ടൈം എടുത്തിട്ടായാലും പ്രശ്നമില്ല. നല്ലോട്ട് ഫ്രിൽസൊക്കെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്നിലൊന്ന് അയൺ ചെയ്തെടുക്കാം. നന്നായിട്ട് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഇതൊരു ചെക്ക് ടൈപ്പ് ആയതുകൊണ്ട് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയത്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 അറ്റവും കൂടി ഒന്ന് കൂട്ടിയിട്ട് പിടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല.
ഇതുപോലെ നല്ല വൃത്തിക്കായിട്ട് ഫ്രിൽസ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. സൈഡും സൈഡ് ഇതുപോലെ ഒന്നിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ഈ ഒരു അറ്റത്തുനിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച്, അതായത് ഈ ഒരു അറ്റത്തുനിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ എടുക്കല്, ഒരാളെ ഒരു രീതിക്കായിരിക്കും. ഈ ഒരു അറ്റത്തുനിന്ന് താഴത്തേക്ക് ഒരു 3.5 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇത്ര പോലെ നമുക്ക് ഓപ്പൺ കിട്ടും കേട്ടോ 3.5 കൊടുക്കുന്ന സമയത്ത്. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ലോക്ക് ഇട്ട് തുടങ്ങിയിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അറ്റത്തേ കൂടി, അതായത് നമ്മൾ ഈ മടക്കി അടിച്ചില്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് അറ്റത്തേ കൂടി താഴത്തോളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അതായത് ഇതുപോലെ ഓപ്പൺ വരും അന്നേരത്തെ അവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ താഴ്വശത്ത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പം നമ്മൾ ചെയ്ത സ്കേർട്ട് ഇതാ കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ട് വരുന്ന അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഈ ഒരു ചെക്ക് ടൈപ്പ് ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അതായത് ഇതുപോലെയാണ് നമ്മൾ അയൺ ചെയ്തെടുത്താൽ നല്ലൊരു നീറ്റിൽ തന്നെ നല്ലൊരു, അതായത് ആദ്യം ചെയ്യുന്നില്ല അയൺ, അത് പിന്നെ ആ ഒരു ലൈൻ തന്നെ ഉണ്ട്. പിന്നീട് നമുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ. ബൈ ബൈ.